നമസ്കാരം. ഒരു വ്യക്തിക്ക് അവൻ്റെ കരളിൻ്റെ ആരോഗ്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ചെറിയ പനി വരുമ്പോഴോ ജലദോഷം വരുമ്പോഴാണ്. പക്ഷേ ഒരു പനിയോ ജലദോഷം വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഒന്നുകിൽ കാലാവസ്ഥയിലെ വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കുഴപ്പം കൊണ്ടോ എന്നാണ്. പക്ഷേ അതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടായ അവയവങ്ങൾക്കുണ്ടാകുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന സിംറ്റംസ് വരുന്നത്. പനി, ജലദോഷം, തലവേദന എന്നിവയെല്ലാം. അപ്പോൾ ഒരു പനിയോ ജലദോഷം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഈ ലിവറിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ ലിവറിൻ്റെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ലിവറിൻ്റെ ഈ നമ്മൾ ഡീറ്റോക്സിൻ, നമ്മുടെ ശരീരം മുഴുവൻ ഡീറ്റോക്സിൻ ചെയ്യുന്ന പോലെ ലിവറിൻ്റെ ഡീറ്റോക്സിൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസനയാണ് പാർശ്വകോണാസനം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർശ്വകോണാസന വേരിയേഷനോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ നമ്മളുടെ നോർമലായിട്ട്, അതായത് വേറൊരു ശാരീരിക ബുദ്ധിമുട്ടില്ലാത്തൊരു വ്യക്തി ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രെയിൻ ആയിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ആസനയാണ് പാർശ്വകോണാസനം. പക്ഷേ ഈ ഒരു ആസന ലിവറിനെ ഹെൽത്തി സ്റ്റേറ്റിൽ വയ്ക്കാൻ വളരെ ഉചിതമായിട്ടുള്ളൊരു ആസന കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എങ്ങനെ ഇത് ചെയ്യാമെന്നുള്ള ചെറിയ മോഡിഫിക്കേഷനോടുകൂടി, ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എല്ലാ വ്യക്തികൾക്കും നമുക്ക് ചെയ്യാൻ പറ്റും, എല്ലാ പ്രായക്കാർക്കും നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അലൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ. നമ്മൾ നിവർന്ന് നിന്നു, ഒരു കാലെടുത്ത് മുന്നോട്ട് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ വയ്ക്കാൻ പോകുന്നത് നമ്മുടെ വലത്തെ കാലാണ്. വലത്തെ കാലിൽ ഒരു പൊസിഷനിൽ വെച്ചതിന് ശേഷം വളരെ സാവധാനത്തിൽ നിങ്ങളുടെ ഇടത്തെ കാല് ഒരു സ്റ്റെപ്പ് ബാക്കിൽ വയ്ക്കുക. ഓക്കെ. ഇനി വളരെ പതുക്കെ വലത്തെ മുട്ടിനെ വളരെ സാവധാനത്തിൽ 90 ഡിഗ്രി എന്ന ലെവലിൽ മടക്കുക. അപ്പോൾ കാലിൻ്റെ മുട്ടും നിങ്ങളുടെ പാദവും ഒരേ ലൈനിൽ വന്നോ നോക്കുക. വന്നു കഴിഞ്ഞാൽ ആ പോസ്റ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുശേഷം കാലിൻ്റെ മുട്ടും മടക്കാൻ പാടില്ല. കാലിൻ്റെ മുട്ടും പാദവും 90 ഡിഗ്രി വന്നു കഴിഞ്ഞു. ഇനി വളരെ സാവധാനത്തിൽ ആ വലത്തെ പാദത്തിൻ്റെ അടുത്ത് നിങ്ങളുടെ ഇടത്തെ കൈ കൊണ്ട് വയ്ക്കുക. ഒന്നുകിൽ കൈയിൻ്റെ പാദം കംപ്ലീറ്റ് ആയിട്ട് വെക്കാം. അതിന് പ്രയാസമുള്ളവർ, ഇപ്പോൾ ഹൈറ്റ് വ്യത്യാസം ഉണ്ടാവും, കൈയിനെ ഒരു ക്ലപ്സ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു ഇഷ്ടികയുടെ മുകളിലായിട്ട് വെക്കാം. ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്ന, നിങ്ങളുടെ കാലിൻ്റെ മുട്ട് തറയെ തൊടിയിച്ചാണ് ഇരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് കൈപ്പത്തി തറയിൽ വെച്ചു, അതുപോലെ തന്നെ മുട്ടും തറയിൽ വെച്ചു. ഇനി വളരെ സാവധാനത്തിൽ കാലിൻ്റെ വിരലുകൾ തറയിൽ കുത്തിവെക്കുക. ഓക്കെ. ഇനി നിങ്ങളുടെ വലത്തെ കൈയിനെടുത്ത് ഇടുപ്പിൻ്റെ സൈഡിൽ വയ്ക്കുക. സാധാരണ നമ്മൾ ഉയർത്തിയാണ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഇടുപ്പിൻ്റെ വശത്ത് വയ്ക്കുന്നു. ഇനി പതുക്കെ തല ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് മേലോട്ട്. ഓക്കെ, റെഡി. ഇനി വളരെ സാവധാനത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് ഇടത്തെ മുട്ടൊന്ന് ഉയർത്തിക്കേ, സ്ട്രെയിറ്റ് ചെയ്ത് ഒന്ന് ബാക്കിലോട്ട് വേണമെങ്കിൽ സ്ട്രെച്ച് ചെയ്യാം. ബോഡി കംപ്ലീറ്റ് ട്വിസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ വലത്തെ കാലിൻ്റെ മുട്ടും പാദവും ഒരുപോലെ, പാദത്തിൻ്റെ അടുത്ത് കൈപ്പത്തി, ആ കൈപ്പത്തിയും ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടത്തെ പാദവും ഒരേ ലെവലിലാണ്. പാദം കംപ്ലീറ്റ് തറയെ തൊടിയിച്ചിട്ടുണ്ട്. ഇടത്തെ ഇടുപ്പിലാണ് കൈ വെച്ചിരിക്കുന്നത്, കൈ സ്ട്രെച്ച് ചെയ്തിട്ടില്ല. ബോഡി ഒന്ന് ട്വിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി റിലീസ് ചെയ്യുമ്പോൾ വളരെ സാവധാനത്തിൽ ഇടത്തെ മുട്ട് തറയെ തൊടിയിക്കുക. ബോഡി സ്ട്രെയിറ്റ് ചെയ്ത് റിലീസ് ചെയ്ത് വളരെ സാവധാനത്തിൽ എഴുന്നേറ്റ് വന്ന് നിൽക്കുക. കാല് പഴയ അവസ്ഥയിൽ വന്നു, നിവർന്ന് നിൽക്കുക. ഇപ്പോൾ നമ്മൾ ഒരു വശമാണ് കണ്ടതല്ലേ, ഇതേപോലെ തന്നെ നമ്മളുടെ അടുത്ത വശവും ചെയ്യണം. ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, കഴുത്ത് വേദനയുള്ളവർക്കൊക്കെ കൈ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ കഴുത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് മേലോട്ട് നോക്കാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ട്വിസ്റ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു കംപ്രഷൻ, ആ ഒരു മെക്കാനിസം നമ്മളുടെ ലിവറിന് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ വലത്തെ വശം ചെയ്തു, ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഇടത്തെ വശവും ചെയ്തു. ഇപ്പോൾ നമ്മൾ പാർശ്വകോണാസനം എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു. ഇതിൽ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ പാദം വയ്ക്കുന്ന രീതി. നമ്മൾ സാധാരണ പാർശ്വകോണാസനയിൽ ഹീല് അല്പം ഒന്ന് ഉയർന്നിരിക്കും,
പക്ഷേ ഇവിടെ നമ്മൾ ഹീല് മുഴുവനായിട്ട് തറയെ തൊടിയിച്ചാണ് വച്ചിരിക്കുന്നത്. രണ്ടാമത്തത്, നമ്മളുടെ കൈ ഉയർത്തി തല തിരിക്കുന്നില്ല, അതിന് പകരം കൈ ഇടുപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചത്. ഇതെന്തിനാന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് സ്വയം അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ടും, രണ്ടാമത് നമ്മളുടെ ഈ ലിവറിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് മാക്സിമം കൺട്രാക്ഷനും അതുപോലെ സ്ട്രെച്ചിങ്ങും കൊടുക്കണം, രണ്ട് വശവും നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കൈ ഇടുപ്പിൽ വെച്ച് മാക്സിമം ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്വയം അറിയാം എത്രത്തോളം നമ്മൾ ട്വിസ്റ്റ് ചെയ്തു, ഇതിനപ്പുറം നമുക്ക് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. രണ്ട് തോളും ഒരേ ലെവലിൽ വരുന്ന അവസ്ഥ വരെ നമ്മൾ ഈ ട്വിസ്റ്റിംഗ് കൊണ്ടുപോകേണ്ടതാണ്. എന്നിട്ട് മാത്രം കഴുത്തൊന്ന് സ്ട്രെച്ച് ചെയ്ത് പുറകിലേക്ക് മുകളിലേക്ക് നോക്കുക. കഴുത്തുവേദന ഉള്ളവർക്ക് ഇങ്ങനെ തല തിരിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് തലകറക്കമുണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ തല മേലോട്ട് നോക്കേണ്ട ആവശ്യമില്ല, കണ്ണടച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിരുന്നാൽ മാത്രം മതി. ഈ ഒരവസ്ഥയിൽ ചെയ്യുക. എല്ലാം ഓക്കെ ആയി നമ്മളാൽ ഇനി ബോഡി ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ പോസ്റ്ററിലേക്ക് പോകുന്ന അവസ്ഥയിൽ മാത്രം തറയെ തൊടിയിച്ച് വെച്ചിരിക്കുന്ന കാലിൻ്റെ മുട്ട് സ്ട്രെച്ച് ചെയ്യേണ്ട ആവശ്യതയേ ഉള്ളൂ. ഈ രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടി പാർശ്വകോണാസനം ചെയ്യുക.